ഞങ്ങളുടെ ഈ ചർച്ചയിലേക്ക് ജയപ്രശാന്ത് സാറിനെ സ്വാഗതം ചെയ്യാൻ ആദ്യമായിട്ട്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒളവണ്ണ പഞ്ചായത്തിൽ 4-ാം വാർഡിൽ ജനവിധി തേടുകയാണ് താങ്കൾ. ഒരുപാട് പ്രതീക്ഷയാണ് പ്രദേശത്തെ വാർഡിലുള്ള ജനങ്ങൾക്ക് താങ്കളിലുള്ളത്. ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ പ്രദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യും എന്ന കാര്യം നിങ്ങളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. അതോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകരാണ്. അഥവാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സുന്നി സംഘടനയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് അന്ധമായ കക്ഷി രാഷ്ട്രീയമില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി കൃത്യമായി നിലപാടുണ്ടാവുകയും കേരളത്തിൽ വളരെ കൃത്യമായി കേഡർ സ്വഭാവത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുമാണ് എന്ന് താങ്കൾക്ക് തന്നെ അറിയാമായിരിക്കാം. അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് താങ്കളുമായി ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊരു രാഷ്ട്രീയ രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള താങ്കൾ ഇപ്പോൾ ജനവിധി തേടി വിജയം നേടിയാൽ നമ്മുടെ പ്രദേശത്ത് താങ്കൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായും വികസനം എന്ന് പറയുന്ന സമയത്ത് ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റോഡുകൾ, അതേപോലെ തന്നെ പാലങ്ങൾ, ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പാശ്ചാത്യ മേഖലയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ സത്യത്തിൽ വികസനം എന്നുള്ളത് റോഡുകൾ സുപ്രധാനം തന്നെയാണ്, ഒട്ടും അപ്രധാനപ്പെട്ട കാര്യമില്ല. അതേപോലെ തന്നെ അനിവാര്യമാണ് പാലങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സ്വാഭാവികമായും മനുഷ്യന് അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കുറെ കൂടെ കാര്യങ്ങളിൽ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യൻ ജനിക്കുന്നത് വളരെ സന്തോഷപൂർവ്വമാണ്. എല്ലാ മനുഷ്യന്മാരും ജനിക്കുമ്പം വേദനയോടുകൂടിയാണ് ഒരമ്മ പ്രസവിക്കുന്നതെങ്കിൽ പോലും അതിൽ പോലും ആഹ്ലാദമാണ്, അച്ഛൻ ആഹ്ലാദമാണ്, ബന്ധുക്കൾക്ക് ആഹ്ലാദമാണ്. പക്ഷെ നമ്മൾ മരിക്കുന്ന സമയങ്ങളിൽ ഒരു മനുഷ്യൻ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആവുന്ന സമയത്ത് ആരും പലപ്പോഴും കൂടെ ഉണ്ടാവാറില്ല, ആൾ ഒറ്റക്കാണെന്നുള്ളതാണ്. വേദന സഹിച്ചുകൊണ്ട് മരിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ഒരു ക്യാൻസർ രോഗി മരിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലാണ്, വളരെ വേദന സഹിച്ചുകൊണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയമോ ഒരു ആശയമോ ഒന്നുമില്ല, ഒരു മനുഷ്യൻ വല്ലാത്ത നിസ്സഹായാവസ്ഥയിലെത്താണ്. പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഒരു മനുഷ്യനും വേദന സഹിച്ചുകൊണ്ട് വിട പറയരുത്, എല്ലാവരും സന്തോഷമായിട്ട് മരിക്കണം. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ നമ്മളെ നാട്ടിൽ പാലിയേറ്റീവ് രംഗത്ത് ഒരു കേന്ദ്രമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന രൂപത്തിൽ അത് മൊത്തം നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ പഞ്ചായത്തിൽ മൊത്തത്തിൽ അത്തരത്തിലുള്ള സേവനം സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തി, ഇപ്പം ഹിദായുടെ തന്നെ പല മേഖലകളും അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ആ രൂപത്തിലേക്ക് നമ്മൾ എല്ലാവരെയും വളരെ അവരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനം സജീവമാക്കുക എന്നുള്ളതാണ്. മറ്റു രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനവിക കാഴ്ചപ്പാടാണ് താങ്കളുടെ മനസ്സിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജയപ്രശാന്തിന് നേരത്തെ തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ എല്ലാ പൾസും അറിയുന്ന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഈ രംഗത്ത് താങ്കൾ ഇപ്പോൾ പ്രകടിപ്പിച്ച ഈ രംഗത്ത് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്തതായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ 2000 മുതൽ 2005 വരെയാണ് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടായിരുന്നത്. അതിൽ സുപ്രധാനമായിട്ടും നമ്മൾ അന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ ഇവിടെ പരിമിതമായിട്ടുള്ള റോഡുകൾ 4 ഫുട്ട് റോഡുകളാണ്, നിരവധി റോഡുകൾ. ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, ഒരുപാട് സമയം പിടിക്കും. നിരവധി റോഡുകൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നതിന് പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനം തുടക്കം കുറിച്ചത് അക്കാലഘട്ടങ്ങളിലാണ്. ഞാൻ മാത്രമല്ല, അതിന് മുന്നേ വന്നിട്ടുള്ള ആളുകളുണ്ട്. അതിൽ നല്ല രൂപത്തിലൊരു പങ്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അംഗനവാടികൾ, ഇപ്പോൾ നിലവിലുള്ള ഉദയം അംഗനവാടി, അതിലെ കെട്ടിടം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ സമയത്താണ്. ഇവിടുത്തെ വായനശാല കെട്ടിടം, ഇപ്പോൾ നമ്മളുള്ള വായനശാലയുടെ വായനശാല ഉത്ഭവം മുകളിലേക്ക് ചന്ദ്രശേഖരൻ കുറുപ്പ് സ്മാരകം, അത് ഞാനുള്ള സമയത്താണ് വരുന്നത്. അതേപോലെ തന്നെ വടക്കച്ചാലിലെ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള 3 ഫേസ് കണക്ഷനും, അതേപോലെ തന്നെ അതിൻ്റെ യന്ത്രം, ജനറേറ്റർ കറണ്ടിലാക്കാനുള്ള സംവിധാനം, ബ്ലോക്കിനെ കൊണ്ട് ഒരു കിണർ ചെയ്യിച്ചിട്ടുള്ള പദ്ധതി, പിന്നെ അക്കാലത്ത് പല ആളുകൾക്കും വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തിട്ടിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യതകളാണ് ഇപ്പോൾ. അന്ന് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്.
അന്ന് പരിമിതികളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ആശങ്കയുടെ പ്രശ്നമില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് വിവിധ മേഖലയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പൊതുവെ രാഷ്ട്രീയ മേഖലയിലും ഭരണരംഗത്തുള്ളവരൊക്കെ ചെയ്യുന്ന ഇതിന്റെ ഭാഗം തന്നെയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത് സാന്ത്വന മേഖലയിൽ പാലിയേറ്റീവ് രംഗത്ത് താങ്കൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. ആ മേഖലയിൽ എന്തെങ്കിലും നേരത്തെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങളും ആ വിഷയത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുകയും ആ മേഖലയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും സാന്ത്വനം എന്നൊരു പ്രത്യേക സംവിധാനം തന്നെ സംസ്ഥാന തലത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക്, വേദന അനുഭവിക്കുന്ന ആളുകൾക്ക്, ആരാരുമില്ലാതെ സഹായിക്കാനില്ലാതെ മരിക്കേണ്ടി വരുന്ന രോഗികൾ, അവരെ പറ്റിയൊക്കെ ഓർത്തെടുത്തത് താങ്കളുടെ മനസ്സിനകത്ത് കുടികൊള്ളുന്ന ആ സാന്ത്വന പ്രവർത്തനത്തിലേക്കുള്ള ഒരു താല്പര്യമാണ്. ആ മേഖലയിൽ അന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അക്കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആലോചനയുടെ ഭാഗമാണ് ഇപ്പം വരുന്നത്. ഒന്നും മാത്രമല്ല, ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ പാർട്ടി തന്നെ ഇപ്പം പാലിയേറ്റീവ് രംഗത്ത് വളരെ സജീവമാണ്. ഓരോ ലോക്കൽ കമ്മിറ്റികൾക്കകത്തും വലിയ രൂപത്തിലുള്ള പാലിയേറ്റീവ് വിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ആ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട് കൊടുത്തുകൊണ്ടിരിക്കുക, ഓരോ ലോക്കൽ കമ്മിറ്റിയും ഓരോ വീട് ഓരോ വർഷം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വീട് ചെയ്തു. ഇതൊരു സാന്ത്വനത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. അതിനപ്പുറത്തേക്ക് കുറെ കൂടെ അത് സജീവമാക്കി കൊണ്ടുവരിക. അതാണ് താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. കുറെ കൂടെ സജീവമാക്കി കൊണ്ടുവരിക. അതിലൊരു കാര്യം കൂടെ, നമ്മളിപ്പം രാത്രി ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ആള്, അയാളെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം, അയാളുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മളെ സമൂഹം ഏറ്റെടുക്കുന്ന വിധത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനമായിട്ടും രാത്രി ഒരു അസുഖം വന്നാൽ നമ്മളൊരു കോൾ ചെയ്താൽ നമുക്ക് ഡോക്ടറെ അയാളുടെ വീട്ടിലെത്തിക്കുന്ന സംവിധാനം, മരുന്ന് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാവുന്ന അവസ്ഥ. അത് ഹിദായ പോലുള്ള വലിയൊരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആളുകളെ കൂടെ ഉൾപ്പെടുത്തി, ഇതേപോലെ തന്നെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കൂടെ ഉൾപ്പെടുത്തി, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമോ വേറെ ഒരു ആലോചനയില്ല. എല്ലാ മനുഷ്യരെയും ഇതിന് സജ്ജരാക്കുക, അവരുടെ മനസ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല ഒരു സമീപനമാണ്. മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനവികത തങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത്തരം പാലിയേറ്റീവ് പ്രവർത്തന രംഗത്തൊക്കെ ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. ഞങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് താങ്കൾക്ക് നമ്മുടെ പ്രദേശത്തിന്റെ എല്ലാ പൾസും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. കുടുംബപരമായി വലിയൊരു പാരമ്പര്യമുള്ള വ്യക്തിയാണ്. താങ്കളെപ്പറ്റി പ്രദേശത്തെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, കലാ സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ താങ്കളുടെ കുടുംബം ഈ പ്രദേശത്തിന് വലിയ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നതാണ് തങ്ങളുടെ പിതാവ് ഭാസ്കരേട്ടൻ. സുപരിചിതനാണ് പ്രദേശത്ത്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത പാരമ്പര്യം താങ്കൾക്കുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കുടുംബമാണ് താങ്കളുടേത്. താങ്കളുടെ അമ്മ ഒരു ടീച്ചറായിരുന്നു, അല്ലെ? എന്തായിരുന്നു പേര്? ശാന്ത ടീച്ചർ. എല്ലാവർക്കും സുപരിചിതരാണ്. അതോടൊപ്പം താങ്കളുടെ സഹോദരൻ ഒരു പ്രസിദ്ധമായ ട്യൂഷൻ സെന്റർ നടത്തിയിരുന്നു, അല്ലെ? എന്തായിരുന്നു അതിന്റെ പേര്? അർച്ചന. അർച്ചനയിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും രൂപത്തിൽ ഉപകാരപ്പെടുത്താത്ത ആളുകൾ പാലായിൽ തന്നെ കുറവാണ്. ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിൽ നല്ലൊരു പങ്ക് താങ്കളുടെ കുടുംബം വഹിച്ചിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ആ കടപ്പാട് നമ്മുടെ പ്രദേശത്ത് ഞങ്ങൾക്ക് താങ്കളോട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം ഉയരാൻ താങ്കൾക്ക് കഴിയണം. രാഷ്ട്രീയത്തിനപ്പുറം പലപ്പോഴും വികസന രംഗത്തൊക്കെ നമ്മുടെ പ്രദേശത്തിനെ കാണാം. രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ വികസനത്തിലേക്ക് പക്ഷതാപപരമായി പെരുമാറുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ഭരണരംഗത്തുള്ള ആളുകളെ പലപ്പോഴും നമ്മുടെ പ്രദേശത്ത് കാണാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ വിപ്ലവം, ജനകീയ വികസനം എന്ന ഒരു കാഴ്ചപ്പാട് താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു നേരത്തെ എൻ്റെ അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായി. എൻ്റെ അമ്മ ഇവിടെ പ്രഗത്ഭയായിട്ടുള്ള അധ്യാപികയായിരുന്നു. ഇപ്പോഴും ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി ആളുകൾ എടുത്തു പോകുന്ന സമയത്ത് പഴമക്കാരായിട്ടുള്ള ആളുകൾ, എന്നെ അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശാന്ത ടീച്ചറുടെ മോനാണ് അല്ലെങ്കിൽ ശാന്ത ടീച്ചറുടെ മോനല്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ സന്തോഷം അക്കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. അച്ഛൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. LDFന്റെ തന്നെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിക്കുകയുണ്ടായി. പിന്നെ എൻ്റെ ഏട്ടനെ സംബന്ധിച്ചിട്ട് പറയുന്നത്, അച്ഛനും അമ്മയും ഒക്കെ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ആളുകളാണ്. പാലയിലെ പല ആളുകളെ പോലെ തന്നെ നിറഞ്ഞു നിന്ന ആളുകളാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ അർച്ചന ട്യൂഷൻ സെന്ററിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരനായി നിൽക്കുന്നുണ്ടായി. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം റിട്ടയർഡായി.
പല നിർദ്ധരായിട്ടുള്ള കുട്ടികളെയും പഠിപ്പിക്കുന്ന സമയത്ത് പണം വാങ്ങാതെ പഠിപ്പിക്കാനും, അത് അവരൊരു സ്ഥാപനം, ഒരു സ്വകാര്യ സ്ഥാപനം എന്നല്ല, ഒരു ജനങ്ങളുടെ ഒരു സ്ഥാപനം എന്ന രൂപത്തിലേക്ക് ആളുകളുടെയൊക്കെ തന്നെ ഇഷ്ടവും സ്നേഹം സമ്പാദിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടനും സാധിച്ചു. ഈ അർത്ഥത്തിൽ നമ്മുടെ വാർഡിലും നമ്മുടെ പ്രദേശത്തും സുപരിചിതനാണ് താങ്കളും താങ്കളുടെ കുടുംബവും. ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇലക്ഷനിൽ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് വികസനം തന്നെയാണ്. വികസന രംഗത്ത് പലതും താങ്കൾക്ക് ചെയ്ത പാരമ്പര്യമുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ പാലാഴി റോഡ്, കണ്ണഞ്ചിന്നം പാലം വരെയുള്ള റോഡിന്റെ ദുർഗതി. അത് ഈ പ്രദേശത്തുകാരൻ എന്ന നിലക്ക് എന്നും നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ രംഗത്ത് പലരും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു വാർഡ് മെമ്പർ എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ വിപ്ലവാത്മകമായ ഒരു പരിവർത്തനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മളെ റോഡ് വിഷയം നിങ്ങൾ ഉന്നയിച്ചത് നന്നായി. അത് പൊതുവെ എല്ലാ ആളുകൾക്കും പിന്നെ വളരെ ചോദിക്കാനുള്ളൊരു ചോദ്യം തന്നെയായിരിക്കും. പാലാഴി റോഡിൻ്റെ വികസനം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും ആദ്യം ഇതിനൊരു സമരം, 3 ദിവസത്തെ രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എൻ്റെ പ്രസ്ഥാനമാണ്. ഞാൻ അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടാണ്. 3 ദിവസം രാപ്പകൽ സമരം. പാലാഴിയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം ഇപ്പോഴും നിൽക്കും. സമരത്തിന് തുടക്കട്ടത് ഞങ്ങളാണ്. അതിനുശേഷം അന്ന് MLA ആയിട്ടുള്ള പിന്നെ നമ്മളെ PTA റഹീം ബഡ്ജറ്റിൽ 27 കോടി ഉറപ്പിക്കാൻ നീക്കിവെക്കാൻ ആവശ്യമുള്ള പ്രവർത്തനം നടത്തുകയുണ്ടായി. പല സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ, ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം അതിന് സ്വാഭാവികമായും വരും. പുത്തർമടത്തുനിന്ന് എൻ്റെ അലൈൻമെന്റ് പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടായി. ആ തടസ്സത്തിന് ഉത്തരവാദി ഞങ്ങളല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിപ്പം നമ്മൾ അതിൻ്റെ ഒരു പൊസിഷൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 5 കോടി ഉറപ്പിക്കുക അതിൻ്റെ AS കിട്ടി. ഇതിന് 5 കോടി ഉറപ്പിക സാങ്ഷനായി. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ AS കിട്ടി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോംസ് നിലവിലുള്ളതുകൊണ്ടാണ് ഉടനടി തന്നെ അതിൻ്റെ പണി തുടങ്ങും. 15 മീറ്റർ വേണോ 13 മീറ്റർ വേണോ, ഹിദായ തന്നെ ഇത് സംബന്ധിച്ചൊരു പരിപാടി, വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, BKC എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളൊക്കെ വന്ന് നല്ലൊരു പരിപാടിയായിരുന്നത്. അതിലൊരു തുറന്ന സംവാദം ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി. അത് വീണ്ടും ഇതിൻ്റെ പ്രവൃത്തിക്ക് കുറെ കൂടെ പിന്നെ ആക്കം കൂട്ടുകയുണ്ടായി. അപ്പം 13 മീറ്റർ വേണോ 15 മീറ്റർ വേണോ എന്ന ഒരു സംവാദം നിലവിലുണ്ട്. അവസാനം ഇത് ആത്യന്തികമായിട്ട് 15 മീറ്റർ വേണം എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവൃത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പിന്നെ കാര്യങ്ങൾ നടക്കും. അതിൻ്റെ അലൈൻമെൻറ്റ് പ്രവൃത്തിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചു. ഈ ഇടുങ്ങിയ റോഡിൽ നിന്ന് ഒരു വിശാലമായ റോഡിലൂടെ പാലാഴിക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കളുടെ അധികാരം ഉപയോഗപ്പെടുത്തുമെന്ന് താങ്കൾ ഉറപ്പ് തരികയാണ്. തീർച്ചയായിട്ടും അതൊരു ഏറ്റവും അധികം ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അത്തരത്തിലുള്ള എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുകയും ഒപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ അതിന് ഇവിടുത്തെ ജനങ്ങളോട് കൂടി ഞാൻ എപ്പോഴും അതിന് മുന്നിട്ട് ഇറങ്ങാൻ തയ്യാറും. അതൊരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ടാണ് ഞാൻ ഓക്കെ. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തം തന്നെ ഏറ്റെടുക്കും, അതിൽ രംഗത്ത് സജീവമായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം അവസാനമായ ഒറ്റ കാര്യം കൂടി, നമ്മുടെ പ്രദേശം സമ്മിശ്ര സംസ്കാരം നിലകൊള്ളുന്ന വ്യത്യസ്ത ജാതി മതങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രദേശമാണ്. അതോടൊപ്പം ഒരു രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ ഇല്ലാതെ സൗഹാർദ്ദത്തോടു കൂടി പോരുന്ന ഒരു പ്രദേശവും കൂടിയാണ് നമ്മളത്. അത് ഒരുപക്ഷെ താങ്കളുടെ കുടുംബം പോലെയുള്ള പഴയ കുടുംബങ്ങൾ പുലർത്തിപ്പോന്ന ആ സൗഹാർദ്ദത്തിന്റെ കാരണം കൊണ്ടാണ് ഈ രൂപത്തിൽ ഇന്നും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാവാത്ത രൂപത്തിൽ മതനിരപേക്ഷതയുടെ രംഗത്ത് എന്ത് സേവനമാണ് താങ്കൾക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ മത്സരിക്കുന്ന ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം തന്നെ എല്ലാ മതസ്ഥനെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാവുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചിഹ്നമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഇടപെടൽ നടത്തി ഞാൻ വോട്ട് പിടിക്കുന്നില്ല. ഏതെങ്കിലും മതക്കാരെ മാത്രം കണ്ടുകൊണ്ട് മതസ്ഥരെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ഞാൻ വോട്ട് പിടിക്കുന്നില്ല. ഞാൻ ഈ ജനങ്ങളുടെ മൊത്തം പ്രതിനിധിയാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ ആ രൂപത്തിലുള്ള ഒരു ഇടപെടലായി മാറാൻ പാടില്ല. ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള വേർതിരിയൽ നമ്മളെ പാലാഴി നേരത്തെ തന്നെ സാറ് പറയുണ്ടായി. നമ്മളെ പാലാഴിയുടെ ഒരു പാരമ്പര്യം ചുരുങ്ങിയ വാക്കിലാണെങ്കിലും താങ്കൾ അവതരിപ്പിക്കുന്നുണ്ടായി. അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ചില ദുസ്സൂചനകൾ വരുന്നത് സങ്കടകരമാണ്. അതിന്റെ മുന്നേയും ചില ദുസ്സൂചനകൾ വന്നു.
അത് എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ ഇവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്നും ഉണ്ടാവും എന്നാണ് അതിൽ ഒറ്റ വാക്ക് എനിക്ക് ഓക്കെ. വലിയ സന്തോഷമുണ്ട് ഈ വാക്കുകളിൽ. കാരണം നമ്മൾ പ്രദേശത്ത് മതസൗഹാർദ്ദവും രാഷ്ട്രീയ സൗഹൃദവും കാത്തു സൂക്ഷിക്കുക എന്നത് എന്ത് വികസനം ഉണ്ടായിട്ടും കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വികസനം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ആ രംഗത്ത് നമ്മുടെ പ്രദേശത്ത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ താങ്കളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വാക്കുകൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളും ആ രൂപത്തിൽ ചിന്തിക്കുന്നവരാണ്. പ്രദേശത്ത് എന്നും സൗഹൃദം നിലനിൽക്കണം. രാഷ്ട്രീയം ഏതായാലും 2-3 വോട്ടിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ മതപരമായ വൈര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവവും ശൈലിയും, വികസന രംഗത്ത് എൻ്റെ പാർട്ടിയും അതും നോക്കിയിട്ടുള്ള വികസന ശൈലി, ഇത്തരം ശൈലികളോടൊന്നും യോജിക്കാത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ രൂപത്തിൽ താങ്കളുടെ വാക്കുകൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും താങ്കൾ വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പ്രദേശത്തിന്റെ വികസന രംഗത്ത് വിപ്ലവാത്മകമായ ഒരു പരിവർത്തനത്തിന് താങ്കൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് വന്നതിൽ വലിയ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അവസാനമായി ഞങ്ങളോട് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള എന്നോട് സംസാരിക്കാൻ ഉള്ള മനസ്സ് കട്ടിയിട്ടുള്ള ഹിദായ എന്ന പ്രസ്ഥാനത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ആളുകളും ഒക്കെ ആയിട്ട് ഞാൻ വളരെ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, എൻ്റെ അനിയന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തോടുകൂടി ഇടപെടുന്ന ആളുകളാണ്. എന്തായാലും ഇതിലൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ജയം എന്നുള്ളത് സ്വാഭാവികമായും ഇവിടുത്തെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മതനിരപേക്ഷ ജീവിത രീതിക്കും വേണ്ടി ഞാൻ വിനിയോഗിക്കും. എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിക്കുന്നതാണ്. സ്വന്തം നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളെ ഭരണ സംവിധാനത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാലോ, ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള മതവൽക്കരണം എന്ന് പറയാനാവൂല, അതിനും അതിഭീകരമായിട്ടുള്ള വർഗീയവൽക്കരണം നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നല്ലൊരു പോരാട്ടം എല്ലാ മനുഷ്യരും യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതാണ്. കർഷകരെ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളല്ല, ഇപ്പം കോർപ്പറേറ്റ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്തോടൊപ്പം തന്നെ കോർപ്പറേറ്റ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഭരണഘടന അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സങ്കടകരമായിട്ടുള്ള, വളരെ നമുക്ക് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വലിയൊരു പദ്ധതി തന്നെയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് വിശാലമായിട്ട് ചർച്ചകൾ ഉണ്ടാവണം നാട്ടിൽ. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എൻ്റെ വിജയം ഒരു മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള ഒരു വിജയമായിരിക്കും. സർവ്വ മേഖലയിലും എനിക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ്. അതിൽ എല്ലാവരും വേണം, എല്ലാ രാഷ്ട്രീയക്കാരും വേണം. ജനപ്രതിനിധിയുടെ കൃത്യമായ വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതീക്ഷയോടുകൂടി ഈ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതിനെല്ലാം നന്ദിയും അറിയിക്കും. വളരെ താങ്ക്സ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് 4-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ് മാമുഹാജി. താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർഡിൽ നിന്ന് താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയായാൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വികസനമാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കന്നി അംഗത്തിനാണ് ഞാൻ ഈ 4-ാം വാർഡിൽ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനിയും എന്തൊക്കെ വികസനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും, അത് പഞ്ചായത്തിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ഇവിടേക്കുള്ള സഹായങ്ങൾ എന്തൊക്കെ കിട്ടാനുണ്ട്, അത് കിട്ടാനില്ല ഒരു സാഹചര്യം എന്റെ ഭാഗത്തുനിന്നും ഞാൻ ജയിച്ചു വന്നാൽ ഉണ്ടാവുന്നതാണ് എനിക്ക് ആമുഖമായിട്ട് അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പം ഈ വാർഡിൽ മുഴുവനും 4-ാം വാർഡിൽ മുഴുവനും ഞാൻ കയറി ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥി നില നിലക്ക് പല തകരാറുകളും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണാനില്ല ഒരു മാർഗമായിരിക്കും ഞാൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ചില കുന്നുകളൊക്കെ ഉണ്ട്, റോഡുകൾ ഇപ്പോഴും എത്തിയ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളുണ്ട്. എത്താത്ത സ്ഥലങ്ങളിൽ അതിൻ്റെതായ രീതിയിലില്ല കാര്യങ്ങൾ നടത്താനില്ല ഒരു സംവിധാനം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് ജാതി ഭേദമന്യേ, കാരണം അതിലൊരു ജാതി അഭിപ്രായങ്ങൾ ഒന്നുമില്ല, മന്യേ ഞാൻ ആ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്നില്ലതാണ് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്. അതുമായി തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലായാലും ഒക്കെ പല ഭാഗങ്ങളിലും അത് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ
ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കും. പിന്നെ റോഡിന്റെ ഒക്കെ ഇതിൽ പാലായി റോഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഡ്രെയിനേജിന്റെ ഒരു വിഷയം നമ്മള് 4-ാം വാർഡിന്റെ ഹൃദയഭാഗമായ ഈ പവലിലുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന, ഒരു മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കും. ആ ഡ്രെയിനേജ് വരാനുള്ള സംവിധാനവും അതുമായിട്ട് റോഡിന്റെ വീതി കൂട്ടണം എന്നില്ല അഭിപ്രായം എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ഒരു പ്രതിനിധി എന്ന നിലക്ക് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് സമൂഹത്തിന് വേണ്ടി അന്നം കുറിക്കുന്ന വ്യക്തി എന്ന നിലക്ക് ആദ്യമായി ഒരു ഇലക്ഷനെ നേരിടുന്നു എന്ന നിലക്ക് ജനങ്ങളുമായി ഇടപെട്ട് അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി പോയപ്പോൾ വെറും ഒരു വോട്ട് എന്ന കാഴ്ചപ്പാടിനപ്പുറം ജനങ്ങൾ എന്തൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് നോക്കിക്കാണാൻ താങ്കളുടെ ആ നല്ല മനസ്സ് ഉപയോഗപ്പെടുത്തിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു വോട്ട് എങ്ങനെ നേടും എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ കഷ്ടപ്പെടുന്നു, ആ കഷ്ടപ്പാടിന് ഏതൊക്കെ രൂപത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് താങ്കൾ ചിന്തിച്ചത്. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കാണണം. അതോടൊപ്പം ഞങ്ങൾ താങ്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകർ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താങ്കൾ നന്നായിട്ട് പരിചയം ഉണ്ടാവാം. അന്ധമായ രാഷ്ട്രീയ വിധേയത്വമില്ല. ഖാദർ MP ബക്കർ മുസ്ലിം നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അന്ധമായ വിധേയത്വമില്ല. എന്നാലോ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിയും പ്രദേശത്തിന്റെ വികസനവും പിന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വവും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാർഡിനും നമ്മുടെ പ്രദേശത്തിനും ഏതൊക്കെ രൂപത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയും, അദ്ദേഹത്തിന്റെ മൂല്യം നോക്കി തന്നെ പ്രതികരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. താങ്കളും ആ രൂപത്തിൽ നമ്മുടെ പ്രദേശത്ത് നല്ലൊരു വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ താങ്കൾക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് താങ്കളുടെ ജീവിതം മുഴുവനും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നല്ല സേവനം ചെയ്ത ആളാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാട്ടിൽ കൂടുതൽ കാലം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് KMCCയിലൂടെ അവിടെ ICF പോലെ തന്നെ ജനസേവന രംഗത്ത് സുസ്ഥിരമായ സേവനം ചെയ്യുന്ന ഒരു ഘടകമാണ്. ആ ഘടകത്തിന്റെ കീഴിലുള്ള പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊണ്ട മൊത്തത്തിൽ സൗദിയിൽ തന്നെ സേവനം ചെയ്ത ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ആ പാരമ്പര്യവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാലായിലെ പാവപ്പെട്ട ആളുകൾക്കും കുറെ സഹായങ്ങൾ താങ്കളിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ജനങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭരണത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രതിനിധി എന്ന നിലക്ക് അതിനുവേണ്ടി ശബ്ദിക്കാൻ എന്തായാലും താങ്കൾക്ക് കഴിയണം. പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ച ഡ്രെയിനേജ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ചെറിയ മഴ വരുമ്പോഴേക്കും 4-ാം വാർഡ് ഫുള്ളായിട്ട് വെള്ളത്തിലാണ്. റോട്ടിലൂടെ സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഈ വേദന ഞങ്ങളെപ്പോലെ തന്നെ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഏത് രൂപത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഇപ്പം നമുക്ക് ഒറ്റയടിക്ക് ഇപ്പൊ ഞാൻ ഡ്രെയിനേജിന്റെ കാര്യം പറഞ്ഞത് നമുക്ക് ഒറ്റയടിക്ക് അതായത് അത് സംസ്ഥാന ഗവൺമെന്റും മറ്റുള്ളവരും കൂടി ചേർന്നിട്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അതില് ഏറ്റവും നമ്മളെ ഈ പ്രദേശത്തിന്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ ആ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഡ്രെയിനേജിന്റെ കാര്യം നമ്മളിവിടെ ഉണ്ടാക്കാനില്ല. സമ്മർദ്ദം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ജയിച്ചു വന്നാൽ ഉണ്ടാവും എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു വികസന കാര്യമാണ് നമ്മുടെ കണ്ണഞ്ചിന്നം പാലത്തിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വഴിയുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്ത് കുറെ സ്ഥലം തന്നെ പഞ്ചായത്തിന് കീഴിലായിട്ട് PWയുടെ കീഴിലായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥലം താങ്കൾ ഒരു മുതിർന്ന പൗരൻ എന്ന നിലക്ക് വയോജനങ്ങളോട് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് വയോജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഒരു സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു പകൽ വീട് പോലെയൊക്കെയുള്ള വയോജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു കേന്ദ്രം പാർക്ക് പോലെയൊക്കെ സ്ഥാപിക്കാൻ പറ്റുന്നൊരു സ്ഥലം അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അത് എന്തുകൊണ്ടാണോ ഇത്രയും കാലത്തെ അധികാരികളിൽ നിന്ന് ആ രംഗത്തേക്ക് ചിന്തിക്കാത്തതെന്നറിയില്ല. താങ്കൾ ജയിച്ചാൽ ആ വിഷയത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തി ആ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഏത് രൂപത്തിൽ ജനോപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്ന വിഷയത്തിൽ ഒരു ചിന്തയും ഒരു ഇടപെടലും ഉണ്ടാക്കിക്കൂടെ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാ കറക്റ്റ് പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു വാസകേന്ദ്രം നമ്മൾ ഇവിടെ ഉണ്ടാവണമെന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. കഴിഞ്ഞ 50-55 വർഷക്കാലം ഇന്ന് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്ര കാലം ഇവിടെ ഇല്ലെങ്കിലും കാരണം നമ്മളിവിടെ പ്രധാന ഒരു പാർക്കില്ല, മറ്റ് സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഒരു കളിസ്ഥലം അതുപോലെ തന്നെ അതിൽ പെട്ടത് തന്നെയാണ് ഒരു കുട്ടി കളിക്കാനുള്ള ഒരു കളിസ്ഥലം. ഇതൊന്നും നമ്മളെ പഞ്ചായത്തിലില്ല. പ്രത്യേകിച്ച് നമ്മളെ പാലായിനെ സംബന്ധിച്ച് പാലായി എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. പാലായി മേഖല എന്ന് പറഞ്ഞാല് വലിയ ഏരിയയാണ്. 3 വാർഡുകൾ അടങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇത്ര കണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരു അത്യാവശ്യ കാര്യങ്ങളാണ്.
കണ്ണഞ്ചിനം പാലം മുതൽ ആ അപ്രോച്ച് റോഡിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു. അത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ ആ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലോ വിഷയങ്ങൾ പരിഹരിച്ച് ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ ചെയ്യുന്നില്ല ഒരു കാര്യമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഏതായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര സേവന ശാസ്ത്രമാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യുക, രാഷ്ട്രത്തിന് സേവനം ചെയ്യലാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ ആ രൂപത്തിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ അധികാരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തും എന്നാണ് തീർച്ചയായിട്ടും സമീപനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രദേശത്തെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ നല്ല ഇടപെടൽ നടത്തുന്ന ഒരു മുതിർന്ന പൗരൻ എന്ന നിലക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ആശയങ്ങളും ഒക്കെയുള്ള ആളുകളാണ് ജനങ്ങളിൽ ഉണ്ടാവുക. രാഷ്ട്രീയപരമായി തന്നെ ഈ ഒരു പാലായി പ്രദേശത്ത് നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതപരമായി പല ചിന്താധാരകളുള്ളവരൊക്കെ ഉണ്ടാവും. ഒരു രാഷ്ട്രീയ മേഖലയിലും ഭരണരംഗത്തും അധികാര രംഗത്തുമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ചിന്തിക്കേണ്ടത് എല്ലാവരെയും ഒന്നിച്ച്, എല്ലാവരെയും സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും വികസന രംഗത്ത് പ്രത്യേകിച്ചും എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ ഭാഗത്തേക്ക് റോഡ്, എൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഭാഗത്തേക്ക് വീട്, അത്തരം ചിന്തകൾ മാറ്റിവെച്ച് പൊതുജനങ്ങളുടെ സേവനം മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന ഒരു വിശാല മനസ്സ്, അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകനും അധികാര രംഗത്തുള്ള ആളുകൾക്കും ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണം. ആ രൂപത്തിലുള്ള ഒരു നല്ലൊരു ഗുണം താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് വെച്ച് പുലർത്താൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇത്ര കാലം വിദേശത്താണെങ്കിലും ശരി 6 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതിൽ ഊന്നി തന്നെ ഇവിടെ ബൈത്തുർ റഹ്മ എന്ന ഒരു പദ്ധതി, വീട് നിർമ്മാണ പദ്ധതി, അത് മറ്റേ ജാതിപതം എന്ന രീതിയിലാണ് നമ്മളത് അതിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മളെ മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ ഇതര സമുദായത്തിനും വേണ്ടി നമ്മൾ ഈ 4-ാം വാർഡിൽ നമ്മൾ വീടുകൾ, ബൈത്തുർ റഹ്മകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഒരു വീടിന്റെ പണി 3/4 ഭാഗമായിട്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ജാതിഭേദമന്യുള്ള ഒരു പ്രവർത്തനമാണ് ഇന്റെ ഭാഗത്ത് നിന്നുള്ളത്. അതിൽ രാഷ്ട്രീയോ അല്ലെ മതപരമായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യം പറഞ്ഞ വേറൊരു കാര്യം, മറ്റേ നമ്മളെ ഒരു പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് നിങ്ങൾ സൂചിപ്പിച്ചു. എന്റെ അഭിപ്രായത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ നമ്മൾ വ്യത്യസ്ത ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ അതായത് സമസ്ത കേരളന്റെ കീഴിലുള്ളതോ അല്ലെങ്കിൽ മറ്റ് പല സംഘടനകളും ഉണ്ടാവും. ആ രീതിയിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നു എന്നല്ലാതെ നമുക്ക് വരുന്ന ഒരു പ്രയാസത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായം തന്നെ എനിക്കില്ലത്. അതിൽ യാതൊരു എതിരഭിപ്രായങ്ങളും എന്നെ സംബന്ധിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മാമുഹാജി ഏതായാലും സമൂഹത്തോട് കാണിക്കേണ്ട ഒരു രാഷ്ട്രീയ പൗരന്റെ കൃത്യമായ ഉത്തരവാദിത്ത ബോധമാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ഏതായാലും ആ രൂപത്തിൽ തന്നെ എല്ലാ ആളുകളെയും, വ്യത്യസ്ത ചിന്താധാരകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരായാലും മതവിശ്വാസികളായാലും, എന്റെ ആദർശത്തോട് യോജിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരാൾക്ക് നേരെയും സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൊതു സ്വത്തിൽ നിന്ന് കിട്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കാനോ സേവനങ്ങൾ കിട്ടാതെയാകുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന നല്ല ഒരു മനസ്ഥിതിയാണ് താങ്കളിൽ നിന്ന് ഞങ്ങൾ കാണുന്നത്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി സർക്കാരിൽ നിന്ന് കിട്ടുന്ന, അധികാരികളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വികസനവും എല്ലാവർക്കും ഒരുപോലെ പങ്കുവെക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു നല്ല കാൻഡിഡേറ്റായി താങ്കൾ മാറട്ടെ. എല്ലാവിധ വിജയവും ആ രൂപത്തിൽ ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. താങ്കളിൽ നിന്ന് ആ രൂപത്തിൽ താങ്കൾ സൂചിപ്പിച്ച രൂപത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരു വികസന രംഗത്തുള്ള വിപ്ലവാത്മകമായ മുന്നേറ്റം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതിന് എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയായിക്കോട്ടെ.